ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. കർണാടകയിൽ മലയാളി യുവാവിനെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ചിറക്കൽ സ്വദേശി പ്രദീപാണ് കൊല്ലപ്പെട്ടത്. ബി ഷെട്ടിഗിരിയിലെ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള 32 ഏക്കർ തോട്ടത്തിലെ വീട്ടിലാണ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. കൊയിലി ആശുപത്രി ഉടമ പരേതനായ കൊയിലി ഭാസ്കരന്റെ മകനാണ് കൊല്ലപ്പെട്ട പ്രദീപ്. അവിവാഹിതനാണ്. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. പ്രദീപിന് കർണാടകയിൽ 32 ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട്. ഇത് വിൽപ്പന നടത്താനുള്ള ശ്രമം നടന്നുവരികയായിരുന്നു. അതിനിടയിലാണ് കൊലപാതകം. വർഷങ്ങളായി വീരാജ്പേട്ട കേന്ദ്രീകരിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കുന്നയാളാണ് പ്രദീപ്. സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയമുണ്ട്. മദ്യപാനത്തിനിടെ തർക്കം. അനുജനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. തൃശൂരിലാണ് സംഭവം. ആനന്ദപുരം സ്വദേശി യേതു കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് പിടികൂടി. തൃശൂർ ആനന്ദപുരം ഷാപ്പിലിരുന്ന് ഇരുവരും മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തർക്കമുണ്ടായത്. തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ വെച്ച് 4.5 വയസ്സുകാരനെ പീഡനത്തിനിരയാക്കി. സംഭവത്തിൽ ലക്ഷദ്വീപ് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടമത്ത് ദ്വീപ് സ്വദേശി സമീർ ഖാനാണ് അറസ്റ്റിലായത്. കപ്പലിൽ അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തിരുന്ന കുട്ടിയെ മീനുകളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി തിരികെ വന്ന് അമ്മയോട് സംഭവം വിവരിച്ചപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. പിന്നാലെ കപ്പൽ അധികൃതരെ വിവരം അറിയിച്ചു. തുടർന്ന് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന സഹോദരങ്ങളെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൊളത്തറ വൈഷ്ണവത്തിൽ താമസിക്കുന്ന അരുൺ കൃഷ്ണകുമാറിനെയാണ് എലത്തൂർ പോലീസ് പിടികൂടിയത്. ആക്രമണത്തിനിരയായ എരിഞ്ഞിക്കൽ കൃഷ്ണ ഹൌസിൽ എസ് നിതിൻ, സഹോദരൻ നിശാന്ത്, പിതാവ് സുനിൽ എന്നിവർ കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാമനാട്ടുകര വെങ്ങളം ദേശീയപാതയിൽ മെഗാപൂർ സർവീസ് റോഡിലൂടെയുള്ള യാത്രയിലാണ് അനിഷ്ട സംഭവങ്ങൾ നടന്നത്. ഇരുവരും സഞ്ചരിച്ച കാറുകൾ തമ്മിൽ ഉരസിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു. നിതിൻ തന്റെ കാറിന്റെ കണ്ണാടിക്ക് കേട് സംഭവിച്ചത് അരുണിനോട് പറഞ്ഞതോടെ തർക്കമുണ്ടാവുകയും നിതിനെ നിലത്തിട്ട് ചവിട്ടുകയും കല്ലുകൊണ്ട് മുഖത്ത് കുത്തുകയുമായിരുന്നു. അതേസമയം അരുണിന്റെ പരാതിയിൽ സഹോദരങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്.